ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സൗണ്ടിൻ്റെ ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ഇവിടെ ഭയങ്കര ചൂടാണ്, അതുകൊണ്ട് ഞാൻ ഫാൻ ഓൺ ചെയ്തിട്ടിരിക്കുകയാണ്. ഫാൻ ഇല്ലാതെ നിൽക്കാൻ പറ്റില്ല. സോ ഇതൊരു ക്വിക്കായിട്ടുള്ളൊരു മേക്കപ്പ് റുട്ടീനാണ്. ഞാൻ ഡെയിലി ഓഫീസിലൊക്കെ പോകുന്ന സമയത്ത് ഡെയിലി ബേസിസിൽ എനിക്ക് മേക്കപ്പ് ഇടാൻ ടൈം കിട്ടാറില്ല. ബട്ട് ടൈം കിട്ടുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന ഒരു 5 minutes മേക്കപ്പ് റുട്ടീൻ, അതാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, എൻ്റെ സ്കിന്നും എല്ലാം ഞാൻ പ്രെപ്പ് ചെയ്തു. മോയ്സ്ചറൈസറും സൺസ്ക്രീനൊക്കെ ഞാൻ അപ്ലൈ ചെയ്തു. സോ നെക്സ്റ്റ്, നമ്മളിപ്പം ഒരു ഡെയിലി ബേസിസിലൊക്കെ നമ്മൾ വളരെ ലൈറ്റായിട്ടുള്ള മേക്കപ്പ് യൂസ് ചെയ്യാറുള്ളൂ. അങ്ങനെ മേക്കപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് ഞാനൊരു പ്രൈമർ യൂസ് ചെയ്യാറില്ല. ലൈക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് നേരെ കൺസീലറോ ഫൗണ്ടേഷനോ ഏതാണോ അത് അപ്ലൈ ചെയ്യാറാണ്. ബട്ട് ഒരു ഹെവി മേക്കപ്പൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ ടൈമിൽ മാത്രമേ ഞാൻ പ്രൈമർ യൂസ് ചെയ്യാറുള്ളൂ. ഫസ്റ്റ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് കൺസീലറാണ്. ആൻഡ് എൻ്റെ ഫേസിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഒരുപാട് ആക്നി മാർക്സും ഉണ്ട്. ഭയങ്കര ഒരു ഹൈ കവറേജുള്ള കൺസീലറൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. പക്ഷെ എനിക്ക് ആക്നീസ് ഉള്ളത് അത്ര വലിയൊരു പ്രശ്നമായി തോന്നാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ലൈറ്റായിട്ടുള്ള മേക്കപ്പാണ് യൂസ് ചെയ്യാറ്. ഓക്കെ, അതുകൊണ്ട് ഞാൻ എപ്പോഴും എടുക്കുന്ന പ്രൊഡക്ട്സ് ആണെങ്കിലും ഒരു ഹൈ കവറേജുള്ള കൺസീലറോ ഹൈ കവറേജുള്ള ഫൗണ്ടേഷൻസോ ഒന്നും തന്നെ ഞാനങ്ങനെ യൂസ് ചെയ്യാറില്ല. ഒക്കെ ഒരു മീഡിയം കവറേജുള്ള കൺസീലർ ആൻഡ് ഫൗണ്ടേഷനാണ് ഞാൻ യൂസ് ചെയ്യാറ്. ഇന്ന് ഞാൻ കാണിക്കുന്നത് എൻ്റെ കൺസീലർ വെച്ചിട്ടുള്ള ഒരു 10 minutes മേക്കപ്പ് റൂട്ടീനാണ്. ഓക്കെ, സോ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന കൺസീലർ ഇത് മേബിലിൻ ന്യൂയോർക്കിൻ്റെ ഏജ് റിവൈൻഡ് കൺസീലറാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് 130 ആണ്. 130 എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് കൺസീലർ അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ ഈ ഒരു കുഷൻ ടൈപ്പുള്ള ഈ ഒരു അപ്ലിക്കേറ്റർ അതെനിക്ക് ഭയങ്കര ഇഷ്ടം. നമുക്ക് ഒരുപാട് പിന്നെ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല ഇങ്ങനത്തെ ഒരു കൺസീലറിൻ്റെ ഈ ഒരു കുഷൻ ടൈപ്പ് ഉള്ളതുകൊണ്ട്. ചിലവരൊക്കെ നമ്മുടെ ഫേസിൻ്റെ ചില ഭാഗങ്ങളിൽ മാത്രമാണ് ലൈക്ക് കൺസീലർ അപ്ലൈ ചെയ്യാറുള്ളൂ. പക്ഷെ എൻ്റെ ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് കൺസീലർ അപ്ലൈ ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട്. ഓക്കെ, ബിക്കോസ് എൻ്റെ ഫേസിൽ എല്ലായിടത്തും ആക്നീസാണ് ഗൈസ്. ആൻഡ് കൺസീലർ അപ്ലൈ ചെയ്തിട്ട് ഒരു 2 സെക്കൻഡ് അല്ലെ 2 സെക്കൻഡ് അല്ല, ഒരു 10 സെക്കൻഡൊക്കെ അങ്ങനെ തന്നെ വെക്കണം എന്ന് പറയും. എന്നാലേ കൺസീലർ ഒന്ന് സ്കിന്നിൽ ക്ലിയർ ആയിട്ട് ബ്ലെൻഡ് ആവാൻ അത് ഹെൽപ്പ് ചെയ്യും എന്നൊക്കെ പറയും. സോ ഒരു 10 സെക്കൻഡ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് 10 സെക്കൻഡ് അല്ല, ഒരു 1 minute കഴിഞ്ഞ് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പം ഈ ക്യുക്കായിട്ട് ഞാൻ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ ബ്രഷ് വെച്ചിട്ട് അങ്ങനെ അല്ല, എൻ്റെ കൈ വെച്ചിട്ട് തന്നെയാണ് ഞാൻ കൺസീലറൊക്കെ ബ്ലെൻഡ് ചെയ്യാറുള്ളത്. ഓക്കെ, ഇത് ക്യുക്ക് മേക്കപ്പ് റൂട്ടീനായത് വളരെ കുറച്ച് പ്രൊഡക്ട്സ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. സെക്കൻഡ് പ്രൊഡക്റ്റ് വന്നിട്ട് ഈ ഒരു ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റാണ്. ഇത് എറ്റ്യൂഡ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റാണ്. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റാണിത്. ഈ ഒരൊറ്റ പ്രൊഡക്റ്റ് മതി നമ്മുടെ ഫേസ് ഒന്ന് ബ്രൈറ്റായിട്ട് അല്ലെങ്കിൽ ഫേസ് ഒരു ലൈവായിട്ട് തോന്നിക്കാം. ഓക്കെ, ഇതിൻ്റെ ഏറ്റവും വലിയ എന്താ പറയുക പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്, കുറച്ച് കൂടുതലെടുത്താലും വലിയ സീനില്ല. കാരണം അത് പെട്ടെന്ന് ബ്ലെൻഡ് ആവും. പക്ഷെ നമ്മൾ പെട്ടെന്ന് ബ്ലെൻഡ് ആക്കണം, അല്ലെങ്കിൽ കുറച്ചൊരു ടൈം എടുത്തു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ നിൽക്കുന്ന പോലെ നമുക്കൊരു മാർക്ക് പോലെ നിൽക്കും. സോ ഇതുതന്നെയാണ് ഞാൻ ലിപ്പിലും അപ്ലൈ ചെയ്യാറ്. ഞാൻ ലിപ് ബാം ഇടുന്നതിന് മുന്നേ ഇത് അപ്ലൈ ചെയ്യും, അതിന് ശേഷം ഞാൻ ലിപ് ബാം യൂസ് ചെയ്യാറ്. ഓക്കെ, ആൻഡ് അതിന് ശേഷം ഞാൻ യൂസ് ചെയ്യുന്നത്, ഇത് എപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പക്ഷേ ഒരു 2 മിനിറ്റ് കൂടി എനിക്ക് എക്സ്ട്രാ ഉണ്ടെങ്കിൽ ഞാൻ ഈ ഒരു കൺസീലർ, ഇതൊരു ലൈറ്റനിങ് കൺസീലറാണിത്. നമ്മൾ നേരത്തെ യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിന് പെർഫെക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കളർ കറക്റ്റിംഗ് കൺസീലർ ആയിരിക്കും. ഇത് കുറച്ചും കൂടി ലൈറ്റനിങ് കൺസീലറാണ്. അപ്പം ഇത് നമുക്ക് കുറച്ച് ഭാഗത്ത് വേണമെങ്കിൽ, ഓക്കെ, ഇതൊരു ഡെയിലി ഒരു എന്താ പറയുക നമ്മുടെ ഒരു മേക്കപ്പ് റൂട്ടീനിലൊന്നും അങ്ങനെ എപ്പോഴും ഞാൻ ഉപയോഗിക്കാറില്ല. ചില സമയത്ത് എനിക്ക് ടൈം ഉണ്ടെങ്കിൽ ഞാൻ ഈ ഒരു കൺസീലറും കൂടെ നമുക്ക് ജസ്റ്റ് കണ്ണിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഞാൻ യൂസ് ചെയ്യാറുണ്ട്.
നെക്സ്റ്റ് വന്നിട്ട് ഇതും എപ്പോഴും യൂസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, ബിക്കോസ് വല്ലപ്പോഴും മാത്രമേ യൂസ് ചെയ്യുന്നൊരു പ്രൊഡക്റ്റാണിതും. ഇത് നിക്സിൻ്റെ ഒരു ബോൺ ടു ഗ്ലോ ലിക്വിഡ് ഇല്യൂമിനേറ്ററാണ്. എനിക്ക് എന്താ പറയുക, ഹൈലൈറ്റ് ചെയ്യാൻ, ഫേസ് ഹൈലൈറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് നല്ല രീതിയിൽ. അപ്പം ഈ ഒരു ഇല്യൂമിനേറ്റർ ഇതൊരു ഇറ്റ്സ് ലൈക്ക് എൻ ഹൈലൈറ്റർ. സോ ഇത് ഞാൻ വളരെ കുറച്ച്, അതും ടൈമുള്ള സമയത്ത് മാത്രം, വളരെ ഭയങ്കര ഒരു ടൈനി എമൗണ്ട് എടുത്തിട്ട് ജസ്റ്റ്, ഞാനത് എന്നും ചെയ്യുന്ന ഞാൻ പറയുന്നില്ല, കുറച്ച് ഞാനിവിടെ അപ്ലൈ ചെയ്യും. ഓക്കെ ഓക്കെ ജസ്റ്റ് ഈ ഒരു ഭാഗത്ത് മാത്രം വളരെ കുറച്ച് എമൗണ്ടിൽ ഇവിടെയും കൂടെ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് കണ്ണ് ചെയ്യുന്നതിന് മുന്നേ പൗഡർ അപ്ലൈ ചെയ്യാം. സോ ഇത് നിക്സിൻ്റെ കാൺ സ്റ്റോപ്പ് വോൺ സ്റ്റോപ്പ് മാറ്റിഫൈങ് പൗഡറാണ്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു പൗഡറാണ് കേട്ടോ. നമുക്കിത് മാത്രം യൂസ് ചെയ്യാം. ലൈക്ക് ഞാനൊന്നും ഉപയോഗിക്കാണ്ട്, ഈ ഒരു കൺസീലറോ ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്തൊരു ടൈമിൽ, അത്രയും ടൈം ഇല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ സൺസ്ക്രീൻ മാത്രം യൂസ് ചെയ്യുമ്പം, ഇപ്പം ഇവിടുത്തെ ഒരു വെതർ എന്ന് പറയുന്നത് ഭയങ്കര ചൂടാണ്. അപ്പം ഭയങ്കരമായിട്ട് സ്കിന്ന് ഓയിലി ആകുമ്പം ഞാൻ ജസ്റ്റ് ഈ ഒരു പൗഡർ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. സോ ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് പൗഡറാണ്. ഇതിൻ്റെ ഷെയ്ഡ് എനിക്കറിയില്ല, എന്താ ഷെയ്ഡെന്ന്, ലൈറ്റ് ഷെയ്ഡ് അങ്ങനെ എന്തോ ഷെയ്ഡ് ആയിരുന്നു. സോ ഇതും ഞാൻ യൂസ് ചെയ്യുന്നൊരു പൗഡർ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കണ്ണിൻ്റെ നോക്കാം. സോ ഞാൻ കണ്ണ് എഴുതുന്ന ഒരാളാണ്. വളരെ ലൈറ്റായിട്ട് ഞാൻ എഴുതാൻ ഉപയോഗിക്കുന്ന ഒരു പെൻ എന്ന് പറയുന്നത്, എനിക്ക് ഇങ്ങനത്തെ പെന്നാണ് ഇഷ്ടം. ഓക്കെ, ഇത് നിക്സിൻ്റെ ഒരു പിക് ഇങ്ക് ലൈനർ, നിക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. ഇങ്ങനത്തെ വളരെ ലൈക്ക് ദിസ് കൈൻഡ് ഓഫ്, ഓക്കെ, ഈ ഒരു കൈൻഡ് ഓഫ് പെന്നാണ് ഞാൻ യൂസ് ചെയ്യാറ്. ഇത് ഭയങ്കര ഈസിയാണ് കണ്ണിൽ എഴുതാൻ വേണ്ടിയിട്ട്. നമുക്ക് ഭയങ്കര കുഞ്ഞ് ലൈൻസ് എടുക്കാൻ എഴുതാൻ പറ്റും. പക്ഷേ എന്നും കണ്ണെഴുതാനുള്ള ടൈം കിട്ടാത്തപ്പം ഐ ജസ്റ്റ് യൂസ് ദിസ് മസ്കാര. ഈ ഒരു മസ്കാരയാണ് ഞാൻ എന്നും ഉപയോഗിക്കണമെങ്കിൽ ഐ ജസ്റ്റ് യൂസ് ദിസ് മസ്കാര. നമുക്ക് അല്ലാതെ വല്ലപ്പോഴൊക്കെ ഉപയോഗിക്കുന്ന മസ്കാരയാണ് ദിസ് വൺ. ബിക്കോസ് ഇത് കണ്ണിലിട്ട് കഴിഞ്ഞ്, ഇത് മേബിലിൻ്റെ സ്കൈ ഹൈ മസ്കാരയാണ്. ഇത് ഭയങ്കര പോപ്പുലറായിട്ടുള്ള മസ്കാരയാണ്. ബട്ട് ഇത് കണ്ണിലിട്ട് കഴിഞ്ഞാൽ ഇത് പോകാൻ ഭയങ്കര പാടാണ്. അപ്പം ഞാൻ ഈ ഒരു മസ്കാര, ഇത് ടു ഫേസ്ഡിൻ്റെ ബെറ്റർ ദാൻ സെക്സ് എന്ന് പറഞ്ഞ മസ്കാരയാണ്. ഇത് ബ്രൗൺ കളറിലാണ്. ഇത് അടിപൊളി മസ്കാരയാണ്. ഇത് കണ്ണിലിട്ട് കഴിഞ്ഞാൽ കണ്ണിൽ മീൻസ് ഐലാഷസിൽ നല്ലപോലെ നിൽക്കുകയും ചെയ്യും. വൈകുന്നേരം വന്നിട്ട് നമുക്ക് റിമൂവ് ചെയ്യാനും ഭയങ്കര ഈസിയാണ്. സോ ഈ ഒരു മസ്കാരയാണ് ഞാൻ ഡെയിലി ബേസിലുള്ള ഒരു മേക്കപ്പ് റൂട്ടിൽ യൂസ് ചെയ്യുന്ന മസ്കാര. ഇത് ബ്രൗൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ എടുത്തു കാണിക്കുന്ന ആ ഒരു സംഭവം ഇല്ല. ഓക്കെ, ഗൈസ്, ഞാൻ ഒരുപാടൊന്നും മസ്കാര ഇടുന്ന ഒരാളൊന്നുമല്ല. എനിക്ക് മസ്കാര അങ്ങനെ പ്രോപ്പറായിട്ട് ഇടാൻ അറിയില്ല. പക്ഷെ ഇടുമ്പോൾ കുറച്ചിടും, എന്തോ ഒരു ഭംഗിയുള്ള പോലെ എനിക്ക് ഫീൽ. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് ലിപ്പിലേക്ക് കിടക്കാം. ഇപ്പോൾ ലിപ്പ് ഞാൻ ഓൾറെഡി ആ ലിപ്പ് ടിൻറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ ഞാൻ ലിപ് ബാം അപ്ലൈ ചെയ്യട്ടെ. ലിപ് ബാം അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ആ ലിപ് ടിൻറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് അത് ചുണ്ടിൽ പിടിക്കാത്ത പോലെ തോന്നും. സോ നമ്മളെപ്പോഴും ലിപ് ടിൻറ്റിന് ശേഷം ലിപ് ബാം അപ്ലൈ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ആക്ച്വലി ഇത്രയും മതി. പക്ഷേ എനിക്ക് ഈ ലിപ് ടിൻറ്റ് നമ്മൾ ചിലപ്പം ഈവനിങ് വരെ നിൽക്കുമ്പോഴേക്കും അത് നമ്മുടെ ചുണ്ടിൽ നിന്ന് പോകും. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഒന്ന് ചുണ്ടിൽ നിൽക്കണമെങ്കിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ലിപ്സ്റ്റിക്സാണ്. ഇത് നിക്സിൻ്റെ തന്നെ സോഫ്റ്റ് മാറ്റ് ലിപ് ക്രീമാണ്. കാനസ് എന്ന് പറഞ്ഞ ഷെയ്ഡിലുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. ഇത് അത്യാവശ്യം നല്ലൊരു ലിപ്സ്റ്റിക്കാണ്. ഓക്കെ, പക്ഷേ ഞാൻ വളരെ കുറച്ച് യൂസ് ചെയ്യാറുള്ളൂ. ഇത് ഭയങ്കര ഒരു കണ്ടോ, ഒരു ബ്രൈറ്റ് പിങ്ക് കളറാണ്. ഇത്രയും ഒരു ബ്രൈറ്റ് പിങ്ക് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ
കുറച്ചത് യൂസ് ചെയ്യും. എന്നിട്ട് ഐ യൂസ് ഒരു ന്യൂഡ് ലിപ്സ്റ്റിക്, ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഇതിൻ്റെ പേരൊക്കെ പോയി, ഇത് ജേസൺ വൂ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഷെയ്ഡ് വന്നിട്ട് നട്ട്മഗ് എന്ന് പറഞ്ഞ ഷെയ്ഡിലൊരു ലിപ്സ്റ്റിക്കാണ്. ഇത് ഭയങ്കര അടിപൊളി കളറാണ്. നല്ല അടിപൊളി ഷെയ്ഡ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് എല്ലാം കൂടി മിക്സ് ചെയ്ത് വരുമ്പോഴുള്ള ഈ ഒരു ഷെയ്ഡ് ഭയങ്കര ന്യൂഡും അല്ല, ഭയങ്കര ബ്രൈറ്റ് പിങ്കും അല്ല, എല്ലാം കൂടെ മിക്സായിട്ട് ഒരു ബ്യൂട്ടിഫുൾ ഷെയ്ഡ് നമുക്ക് കിട്ടും. സോ ഇതാണ് എൻ്റെ ഒരു ക്യുക്കായിട്ടുള്ളൊരു മേക്കപ്പ് റൂട്ടീൻ എന്ന് പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞു വരുമ്പം കുറച്ച് ടൈം എടുക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നും, പക്ഷേ ഇത് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു മേക്കപ്പ് റൂട്ടീനാണ്. ലൈക്ക് നമ്മൾ ഡെയിലി ഓഫീസിലേക്ക് അല്ലെങ്കിൽ ഡെയിലി കോളേജിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു മേക്കപ്പ് റൂട്ടീൻ. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. നമ്മളെപ്പോഴും എന്ത് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ കുറച്ച് നല്ലൊരു ലിപ്സ്റ്റിക്ക് ഇടുന്ന സമയത്ത് നമ്മുടെ ഫേസിന് കുറച്ചൊരു ബ്രൈറ്റ് ആയൊരു ഫീൽ കിട്ടും. ഓക്കെ, സോ ദിസ് ഈസ് മൈ വെരി ക്യുക്ക് മേക്കപ്പ് റൂട്ടീൻ. ഇതാണ് എൻ്റെ ക്യുക്കായിട്ടുള്ളൊരു മേക്കപ്പ് റൂട്ടീൻ. ഇത് വൺ ഓഫ് മൈ ക്യുക്ക് മേക്കപ്പ് റൂട്ടീൻസ് ആണ്. ഇതുപോലെ തന്നെ കൺസീലർ യൂസ് ചെയ്യാതെ ജസ്റ്റ് ഫൗണ്ടേഷൻ വെച്ച് മാത്രം അത് കുറച്ചും കൂടി ക്യുക്കായിട്ട് ഞാൻ ചെയ്യാറുണ്ട്. അത് വേറൊരു വീഡിയോ ഞാൻ കാണിക്കാം. ഇതൊക്കെ ഞാൻ ചെയ്യാൻ കാരണം എനിക്ക് ഒരുപാട് ആക്നേസ് ഉണ്ടെങ്കിലും ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം. എൻ്റെ ആക്നേസ് കാണുന്നതിലൊന്നും എനിക്ക് ഒരു പ്രശ്നവുമില്ല. ഓവറായിട്ട് നമുക്ക് മേക്കപ്പ് ചെയ്യണം അങ്ങനത്തെ ഒന്നുമില്ല. ബട്ട് ജസ്റ്റ് നമുക്കൊരു പോകുന്ന സമയത്ത് നമ്മുടെ ഒരു എന്താ പറയുക, സെൽഫായിട്ട് നമുക്കൊരു സമാധാനം കിട്ടാൻ വേണ്ടി മാത്രം ചെയ്യുന്നൊരു കാര്യം. ദാറ്റ്സ് ഇറ്റ്, അത്രയേ ഉള്ളൂ. അപ്പം സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു ഓൾ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.